ആനപ്രേമികൾക്കും ഉത്സവപ്രേമികൾക്കും പൂരപ്രേമികൾക്കും ഇനി ദീർഘനിശ്വാസം വിടാം. സുപ്രീം കോടതി ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണങ്ങൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവ് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഉത്സവങ്ങൾക്കും പൂരങ്ങൾക്കുമുള്ള പ്രാധാന്യം എത്രയാണെന്ന്, ആന എഴുന്നള്ളിപ്പിനുള്ള പ്രാധാന്യം എത്രയാണെന്ന്. ആനയും കടലും കാടും എത്ര കണ്ടാലും മനുഷ്യന് മടുക്കുകയില്ല. എത്രയോ നൂറ്റാണ്ടുകളായി മഹാഭാരത കാലഘട്ടം മുതൽ ആനകളെ യുദ്ധത്തിനും എഴുന്നള്ളിപ്പുകൾക്കുമെല്ലാം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ആനയെ മനുഷ്യൻ കൂടെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ അനേകമായി, നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി. ഇപ്പോൾ ആനകളെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കി എഴുന്നള്ളിപ്പുകൾക്ക് കൊണ്ടു നടക്കുന്നത് കേരളത്തിലാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങളിലാണ്. ക്ഷേത്രോത്സവത്തിൻ്റെ പ്രധാന ഘടകമാണ് ആന. അതിൽ പ്രധാനപ്പെട്ടൊരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിത്യവും ശിവേലിക്ക് ആനകൾ വേണം. രാവിലത്തെ ശിവേലിക്ക് ഒരാന നിർബന്ധം, ഉച്ച കഴിഞ്ഞുള്ള ശിവേലിക്ക് ഒരാന നിർബന്ധം. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് 3 ആനകൾ വേണമെന്നതായിരുന്നു ഇതുവരെയുണ്ടായിരുന്ന ചിട്ട. എന്നാൽ ഹൈക്കോടതി നിയന്ത്രണത്തെ തുടർന്ന് ഈ വർഷത്തെ ഏകാദശിക്ക് സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുന്ന അഷ്ടമി വിളക്ക് ദിവസം മുതൽ ഒരാന മാത്രമായി ദേവസ്വം നിശ്ചയിച്ചു. അത് ഭക്തജനങ്ങളിൽ ഉണ്ടാക്കിയ ദുഃഖവും പ്രയാസങ്ങളും ചെറുതല്ല. കാരണം ഗുരുവായൂർ ക്ഷേത്രം എന്നത് ആനകളുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ 38 ആനകളാണുള്ളത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനത്താവളമായ പുന്നത്തൂർ കോട്ടയിലാണ് ഈ ആനകളെല്ലാം ഉള്ളത്. നമുക്കറിയാം, കണ്ണൻ ആനകളുടെ പ്രിയപ്പെട്ട കളിത്തോഴൻ കൂടിയാണ്. അതുകൊണ്ടാകാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എക്കാലത്തും ആനകൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങുന്നത് ആനയോട്ടത്തോടു കൂടിയാണ്. ഉച്ചയ്ക്ക് 3 മണിക്കാണ് ആനയോട്ടം നടക്കുക. വർഷങ്ങളായിട്ടുള്ള പതിവാണിത്. ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണെങ്കിൽ ആനയോട്ടം നടത്താൻ കഴിയുമോ എന്നത് സംശയമാണ്. കാരണം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ആനകളെ റോഡിലൂടെ നടത്താൻ പാടില്ല എന്നതാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ആ നിർദ്ദേശങ്ങളെല്ലാം അപ്രായോഗികമാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തുകയും താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകൾ ഉണ്ടായിരുന്ന കാലം എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ആനകളുണ്ടായിരുന്നു. ആനകളില്ലാതിരുന്ന ഒരു കാലത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂർ ഉത്സവത്തിന് ആനകൾ ഓടിയെത്തി എന്ന സങ്കല്പത്തിൽ നടക്കുന്ന ആനയോട്ട ചടങ്ങാണ്. ആനയോട്ട ചടങ്ങ് ഒരു കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്നു എന്നും അക്കാലത്ത് തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ ഏൽപ്പിച്ചിരുന്ന ആനകളെ വിട്ടില്ലെന്നും അവിടെ നിന്ന് സ്വമേധയാ ആനകൾ കുടമണികൾ കിലുക്കിക്കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഓടിയെത്തിയെന്നും അതിൻ്റെ സൂചനയായിട്ടാണ് ഇപ്പോഴും എല്ലാ ഉത്സവത്തിനും തുടക്കം കുറിച്ചുകൊണ്ട് ആനയോട്ടം നടക്കുന്നത്. തൃക്കണാമതിലകം ക്ഷേത്രം ഡച്ചുകാർ ആക്രമിച്ച് നശിപ്പിച്ചത് 1750കളിലാണ്. അതായത് ഏതാണ്ട് 300 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 275 വർഷങ്ങൾക്ക് മുമ്പ് തൃക്കണാമതിലകം ക്ഷേത്രം ഇല്ലാതായി. അതിനു മുമ്പായിരിക്കണം ഈ ആനകൾ ഓടിയെത്തിയിട്ടുണ്ടാവുക. അതായത് ഒരു 300 കൊല്ലം മുമ്പ് ഉണ്ടായ ഒരു കഥയാണിത്, അല്ലെങ്കിൽ ഒരു ചരിത്രമാണ്, അല്ലെങ്കിൽ ഐതിഹ്യമാണ്. അപ്പോൾ ആ ഐതിഹ്യത്തിൻ്റെ പ്രാധാന്യത്തിൽ അന്നു മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളെ എഴുന്നള്ളിച്ചിരുന്നു എന്നതാണ് പ്രധാനമുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലത്തെ ശിവേലി വിശേഷാൽ കാഴ്ച ശിവേലിയായിട്ടാണ് നടക്കുന്നതെങ്കിൽ 3 ആനകൾ വേണം. ഉച്ച കഴിഞ്ഞ കാഴ്ച ശിവേലിയാണെങ്കിൽ 3 ആനകൾ വേണം. വൈകിട്ട് വിളക്കെഴുന്നള്ളിപ്പിനും 3 ആനകൾ വേണം. അങ്ങനെയാണ് ഗുരുവായൂരിലെ ചിട്ട നടന്നു വന്നിരുന്നത്. പക്ഷേ ഈ പുതിയ നിർദ്ദേശത്തോടു കൂടി രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് 1 ആന മാത്രമാക്കി ചുരുക്കി. വൃശ്ചിക മാസത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലത്തെ ശിവേലിക്ക് 3 ആനകൾ ആദ്യത്തെ 30 ദിവസം പതിവുണ്ട്. അതും ഇക്കുറി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഖേദകരമായ വസ്തുത. ആന എന്നത് മനുഷ്യനെ എന്നും ആകർഷിച്ചിട്ടുള്ള ഒരു മൃഗമാണ്. ആനയോടുള്ള സ്നേഹം കൊണ്ടാണ് മനുഷ്യൻ ആനയെ കൂടെ കൂട്ടിയത്. ആനയെ കൂടെ കൂട്ടുമ്പോൾ ആനയെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞാണ് മൃഗസ്നേഹികൾ ഈ ഉത്സവ എഴുന്നള്ളിപ്പുകൾ നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്.
യഥാർത്ഥത്തിൽ ആന മാത്രമാണോ ഈ മനുഷ്യനുമായിട്ട് ഇണങ്ങിക്കഴിയുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ ചങ്ങലയിട്ട് ബന്ധിച്ചിട്ടോ കയറിട്ട് ബന്ധിച്ചിട്ടോ മറ്റേതെങ്കിലും തരത്തിൽ മനുഷ്യൻ ബന്ധനത്തിലാക്കി കൂടെ കൊണ്ടു നടക്കുന്ന എത്രയോ മൃഗങ്ങളുണ്ട്. പക്ഷേ ആനയുടെ കാര്യം വരുമ്പോൾ മാത്രം ഒരു അമിതാവേശം മൃഗസ്നേഹികൾക്ക് കാണുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ആന മാത്രമല്ലല്ലോ, ഇപ്പോൾ കോഴിയുണ്ട്, മുയലുണ്ട്, മാനുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മൃഗങ്ങളുണ്ട്. നമ്മൾ വളർത്തിയിട്ട് കൊന്നു തിന്നുന്നതാണ് കോഴിയെ. അതേപോലെ എത്ര ഓമനത്വം തുളുമ്പുന്നതാണ് മുയലുകൾ എന്ന് പറയുന്നത്. ആ മുയലുകളെ വളർത്തിയിട്ട് കൊന്നു തിന്നുന്നതിന് ആർക്കും വിഷമമില്ല. പക്ഷേ ആനയെ കൊണ്ട് നടക്കുമ്പോൾ ആന ഇടഞ്ഞാൽ, ആന ഇടയുന്നത് നമുക്ക് അറിയാം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ വളരെ കുറവാണ്. പക്ഷേ ആന ഇടയുന്നത് വലിയ സംഭവമാക്കി മാറ്റി ആനയെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചാരണം വളരെ വേഗത്തിൽ നടക്കുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇത് ഒരു ഉത്സവം എന്ന് പറയുന്ന ഒരു നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ കൂടി ബാധിക്കുന്ന ഒരു സംഗതിയാണ്. ഉദാഹരണത്തിന് കുന്നംകുളത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു 100 പൂരമെങ്കിലും നടക്കും. ഈ പൂരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ ഗ്രാമത്തിൻ്റെ ജനജീവിതം തന്നെ മുന്നോട്ട് നീങ്ങുന്നത്. വിദേശത്തുള്ളവർ പൂരത്തിനാണ് വരുന്നത്. ഈ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നുണ്ട്. ആന എന്ന് പറയുന്നത് മത്സ്യബന്ധനം മാതിരി തന്നെ ഒരു ബിസിനസ്സായിട്ട് പോലും ആരും കണക്കാക്കുന്നില്ല. മീൻ പിടയ്ക്കുന്നത് കാണുമ്പോൾ ആളുകൾക്ക് സന്തോഷമാണ്. അത് ജീവനും ശ്വാസത്തിനും വേണ്ടിയാണ് പിടയ്ക്കുന്നത്. അതിന് ശബ്ദമില്ല, അതിന് കണ്ണീരില്ല. അതുകൊണ്ട് അത് പിടയ്ക്കുമ്പോൾ പിടയ്ക്കണ മീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സന്തോഷത്തോടെ പറയുന്നു. പക്ഷേ ആനയ്ക്ക് ഒരു അടി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ആനയൊന്ന് അമറിയാൽ, ആനയൊന്ന് നീങ്ങിയാൽ അത് അത്ര വലിയ മൃഗമായതുകൊണ്ട് അത് ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ കാര്യത്തിൽ വളരെ ആവേശമാണ് ആളുകൾക്ക്. എന്തായാലും വളരെ സന്തോഷമാണ് പൂരപ്രേമികൾക്കും മാനപ്രേമികൾക്കും. കാരണം അവരുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് സാക്ഷാത്കരിക്കുന്നത്. തൃശ്ശൂർ പൂരം എന്നത് നമ്മുടെ മലയാളിയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ചിഹ്നമാണ്. അത് തടസ്സമില്ലാതെ നടക്കാനുള്ള അരങ്ങൊരുങ്ങി എന്നുള്ളതാണ് ഈ സുപ്രീം കോടതി വിധി ആകുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇനിയും പഴയ പോലെ തന്നെ കാര്യങ്ങൾ നടക്കും, ആന എഴുന്നള്ളിപ്പുകൾ നടക്കും എന്ന ആശ്വാസമാണ് നമ്മളേവരെയും ബാധിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആന ഉടമസ്ഥന്മാർക്ക്, ആന എഴുന്നള്ളിപ്പുകാർക്ക്, മേളക്കാർക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന കുടയുണ്ടാക്കുന്നവർക്ക്, ആലവട്ടമുണ്ടാക്കുന്നവർക്ക്, വെഞ്ചാമരമുണ്ടാക്കുന്നവർക്ക് എല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു അന്തരീക്ഷമാണ്. ഈ അന്തരീക്ഷം ഉണ്ടാക്കി തന്ന സുപ്രീം കോടതിക്ക് അഭിനന്ദനങ്ങൾ. നമുക്ക് ഉത്സവങ്ങൾ കേമമാക്കാം. അതോടൊപ്പം തന്നെ ആനയെ ശുശ്രൂഷിക്കുകയും ആനയെ പരിപാലിക്കുകയും ആനയെ ശ്രദ്ധിക്കുകയും വേണം. അതിമനോഹരമാകട്ടെ ഉത്സവകാലം.